നിലവിൽ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഐ.എസ്.എല്ലും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ആരാധകർക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ചില അപ്ഡേറ്റുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. നമുക്കറിയാം, ഐ.എസ്.എല്ലിൻ്റെ ഔദ്യോഗിക തീയതിയായിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് സെപ്റ്റംബർ മാസം 4-ാം തീയതിയോടുകൂടി ആരംഭിക്കും എന്നുള്ളതാണെങ്കിൽ പോലും നിലവിലെ സാഹചര്യം വെച്ച് ഐ.എസ്.എൽ ആരംഭിക്കുവാനായിട്ടുള്ള തീയതി കുറച്ച് വൈകി ഒക്ടോബർ മാസം 9-ാം തീയതിയിലേക്ക് വരെ നീണ്ടേക്കാം എന്ന തരത്തിൽ നമുക്കൊരു റിപ്പോർട്ട് നിലവിൽ ലഭിച്ചിട്ടുണ്ട്. സോ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. കാരണം വ്യക്തമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഇതുവരെയായിട്ടും വന്നിട്ടില്ല. അതായത് ഔദ്യോഗികമായിട്ട് എന്നാണ് ഐ.എസ്.എൽ ആരംഭിക്കുക എന്ന് നമുക്ക് ഇതുവരെയായിട്ടും മനസ്സിലായിട്ടില്ല. എങ്കിൽ പോലും സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിനുള്ളിൽ തന്നെ ഐ.എസ്.എൽ ആരംഭിക്കുമെന്നൊരു കാര്യം നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വരുവാനായിട്ട് പോകുന്ന ഐ.എസ്.എൽ സീസണിൽ പങ്കെടുക്കുമോ എന്ന തരത്തിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അൺസർട്ടനിറ്റി നിലനിന്ന സാഹചര്യമായിരുന്നു. കാരണം ഐ.എസ്.എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ ഉടമസ്ഥ അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് എന്ന തരത്തിലുള്ള, അതായത് പുതിയ സ്പോൺസേഴ്സ് കടന്നു വരും എന്ന തരത്തിലുള്ള അപ്ഡേറ്റുകൾ നമ്മൾ കേട്ടുണ്ടായിരുന്നതാണ്. എങ്കിൽ പോലും നിലവിലെ സാഹചര്യത്തിൽ ഐ.എസ്.എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പങ്കെടുക്കുമോ എന്നൊരു കാര്യത്തിൽ നിലവിൽ ഉത്തരമായിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന് ഐ.എസ്.എല്ലിൽ പങ്കെടുക്കുവാൻ വേണ്ടിയുള്ള ആദ്യ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടുള്ള ഫീസ്, അതായത് ഏതാണ്ട് 55 ലക്ഷോളം, അതായത് 55 ലക്ഷം രൂപയോളം കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ പേ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. അതിനാൽ തന്നെ ഉറപ്പായും വരുവാനായിട്ട് പോകുന്ന ഐ.എസ്.എൽ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പങ്കെടുക്കുമെന്നൊരു കാര്യം ഉറപ്പാണ്. മാഗ്നം സ്പോർട്സിൻ്റെ കീഴിൽ തന്നെ ആയിരിക്കും ഇക്കുറിയും കേരള ബ്ലാസ്റ്റേഴ്സ് പങ്കെടുക്കുക. പുതിയ സ്പോൺസേഴ്സ് കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവരുടെ അണ്ടറിലേക്ക് മാറുവാനുള്ള സാഹചര്യമുണ്ട്. എങ്കിൽ പോലും നിലവിലെ സാഹചര്യത്തിൽ അത്രയും ഒരുപാട് പ്രോസസ്സിലേക്ക് പോകുമോ എന്നറിയത്തില്ല. എങ്കിൽ പോലും നമുക്കൊരു കാര്യം ഉറപ്പാണ്, ഇക്കുവാനായിട്ട് പോകുന്ന ഐ.എസ്.എൽ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സും ഉണ്ടാവുന്നതായിരിക്കും.